أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മളെ ചേർക്കുകയും അങ്ങനെ തന്നെ യഥാർത്ഥ വിശ്വാസികളായി വിട പറഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വേനലിൻ്റെ ചൂടിൽ നമ്മുടെ നാട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വാർത്തയിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും 2 മരണങ്ങൾ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയ വാർത്തകൾ കേൾക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ചൂടിൻ്റെ നില കണക്കിലെടുത്ത് താപനില ഇനിയും ഉയരുക സാധ്യതയാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അറിയിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ചൂടുകൾ അധികരിച്ച് നിലനിൽക്കുകയാണ് എങ്കിൽ നമ്മളൊക്കെ തൊണ്ട നനക്കുവാൻ വേണ്ടി, ദാഹശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധജലം അതിൻ്റെ ലഭ്യതയിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും ശുദ്ധജലം ലഭിക്കുന്ന സ്രോതസ്സുകൾ പൂർണ്ണമായും
വറ്റി വരളുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആലം. അല്ലാഹു ചൂടിൻ്റെ പരീക്ഷണത്തിൽ നമുക്ക് അറുതി നൽകുമാറാവട്ടെ. ഗൾഫ് നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുകളാണ് ഈ സമയത്ത് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം രാവിലെ 11 മണിക്ക് ശേഷം വൈകുന്നേരം 4 മണിക്കുള്ളിൽ പുറത്തിറങ്ങാൻ വരെ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. രാവും പകലും മാറി മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ കാലാവസ്ഥകളെക്കുറിച്ച്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും പാർശ്വഭാഗങ്ങളിൽ കിടന്നുകൊണ്ടും അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. അവരുടെ ആ ഓർമ്മ, അവരുടെ ആ ചിന്ത ചെന്നെത്തുന്നത് ഒരു വലിയ ആശയത്തിലേക്കായിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. ഞങ്ങളുടെ റബ്ബേ, നീ ഈ കാണുന്ന പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളുമൊന്നും നീ ബാത്തിലായി കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. നീ പരിശുദ്ധനാണ്, സുബ്ഹാനക്. അതുകൊണ്ട് തന്നെ ഫഖിന അദാബന്നാർ, നീ ഞങ്ങളെ ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വിശ്വാസിയുടെ പ്രത്യേകത അതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആരാധനകളിൽ അവൻ സജീവമാകുമ്പോൾ, ഒരു യാത്രയിൽ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുമ്പോൾ അവൻ്റെ ജീവിത ലക്ഷ്യം ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? നരകമോചനത്തിലാണ്. ഈ അത്ഭുതകരമായ പ്രതിഭാസങ്ങളും കാലാവസ്ഥകളും അതിനെക്കുറിച്ച് ശക്തമായി ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി പറഞ്ഞു പോകുന്ന വാക്കാണ് ഫഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്നുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തമായ കൊടും ചൂടിൻ്റെ ഈ അവസരത്തിൽ ആ ചൂട് നമ്മോട് പറയുന്ന ചില സന്ദേശങ്ങളുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഭൗതിക സംവിധാനങ്ങൾ ഒരുപാട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ ആകാം, ഫാനുകളാകാം, തണൽ മരങ്ങളാകാം, വഴിയോരത്ത് സ്ഥാപിച്ച കുടിവെള്ളത്തിൻ്റെ പദ്ധതികളാകാം, കോട്ടൺ വസ്ത്രങ്ങളാകാം. ഇതൊക്കെ നമ്മൾ ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന AC-യും ഫാനും ഒരല്പസമയം, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ പണി മുടക്കിയാൽ എത്രത്തോളം നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട്, എത്രത്തോളം നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കണം എന്താ, വോൾട്ടേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റേതായ സ്ഥാപനങ്ങളിൽ ചെന്നുകൊണ്ട് നിരാഹാര സമരം കിടക്കുകയാണ്. ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുരുങ്ങിയ ആയുസ്സിനിടയിൽ നാം അനുഭവിക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എങ്കിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഖബറിലൊരു ചോദ്യമുണ്ട് എന്നും ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ വിജയപരാജയങ്ങളെന്നും അവിടെ ഞാൻ ഇന്നുവരെ അനുഭവിക്കാത്ത സുഖദുഃഖങ്ങൾ എനിക്ക് അനുഭവിക്കാനുണ്ട് എന്നും അതിശക്തമായി വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ.
വിശ്വാസികളുടെ പ്രത്യേകതയായിക്കൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹ് പറഞ്ഞത് എന്താണ്? വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്നാണ്. വിശ്വാസികൾ ആരാണ്? വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നല്ല, യൂഖിനൂൻ എന്നാണ് പറഞ്ഞത്. ഈഖാനോടെ സുദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു വിശ്വാസികൾ. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചുകൊണ്ട് മരണാനന്തരം വരാനിരിക്കുന്ന ജീവിതത്തിൽ ചൂടുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങൾ നമ്മൾക്ക് വരാനുണ്ട് എന്ന് ജീവിതത്തിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മതപരമായ കാര്യങ്ങൾ സംസാരിച്ച വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ, പ്രവാചകൻ തന്നിഷ്ടപ്രകാരം മതപരമായി സംസാരിക്കാറില്ല, അവിടുന്ന് കിട്ടിയ വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് സൂറത്ത് നജ്മിൽ അല്ലാഹ് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ കളവ് പറയാത്ത, ശത്രുക്കൾക്കിടയിൽ പോലും സ്വീകാര്യനാണ്, സത്യസന്ധനാണ് എന്ന് തെളിയിച്ച ഒരു മഹായോഗിയായ പ്രവാചകന്റെ നാവിൽ നിന്ന് ലോകം കേട്ട മഹാസത്യമാണ് സുമ്മ യുനസ്സിലുല്ലാഹു മിനസ് സമാഇ മാഅൻ ഫയംബുതൂന കമാ യംബുതുൽ ബഖൽ. സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസാണ്. നിങ്ങൾ മരണാനന്തരം ഖബറിലേക്ക് മടങ്ങി ആ ഖബറിൽ ഒരു ചെറിയ കാലയളവ് നിങ്ങൾ കഴിച്ചുകൂട്ടി പിന്നീട് ഈ ലോകത്തിൻ്റെ ഒരു അവസാനം ഇസ്രാഫീലിൻ്റെ ഒന്നാമത്തെ ഊത്തോടെ സംഭവിച്ച് ഈ ലോകത്തുള്ള സംവിധാനങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെട്ട് ഒരു 40 എന്നുള്ളൊരളവ് റസൂലുള്ള പറഞ്ഞ് ആ 40ൻ്റെ സമയവും കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തോടുകൂടി ഖബറിൽ നിന്ന് മനുഷ്യർ എണീക്കുന്ന അവസ്ഥയെക്കുറിച്ചു കൊണ്ടാണ് ഈ ഹദീസിൽ പറഞ്ഞത്. സുമ്മ യുനസ്സിലുല്ലാഹു മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു മഴ വർഷിപ്പിക്കുമെന്നാണ്. പിന്നീട് ചീരച്ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ ഖബറുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന് അവിടങ്ങളിലൊന്നും തന്നെ സമർപ്പിക്കാൻ കിട്ടാതെ ഭൂമിയിൽ ഭസ്മമായി പറന്നുപോയവരാണെങ്കിലും അള്ളാഹു അവരെ ഫലം നുആദിർ മിൻഹും അഹദ, ഒരാളെപ്പോലും വിട്ടുകളയാതെ അള്ളാഹ് ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്നൊരു സമയം. ആ സമയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ, പള്ളികൾ നമ്മൾ നിർമ്മിച്ചത്, മദ്രസകൾ നമ്മൾ നിർമ്മിക്കുന്നത്. ദീനീപരമായ സംരംഭങ്ങളിൽ ഇന്ന് ജുമാഅക്ക് ഇവിടെ വന്നെത്തിയതിൻ്റെ പിന്നിൽ പോലും തിന്മകളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കുന്നത് പോലും, നന്മകൾ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നത് പോലും ആ ഒരു ലോകമുണ്ടായതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം ഉപയോഗപ്പെടുത്തിയത് അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് പറയാനാണ്. ലോകത്ത് ഇന്ന് മാറ്റത്തിൻ്റെ വിപ്ലവം സൃഷ്ടിക്കുന്ന ഖുർആനില്ലേ, ആ ഖുർആനിൻ്റെ അധിക ഭാഗവും അല്ലാഹ് ഉപയോഗിച്ചത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറയാനാണ്. വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ പറഞ്ഞത് കാണാം, റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിൻ്റെ ആദ്യ പേജിൽ ആയത്താണ് റബ്ബനാ ഇന്നക ജാമിഉൻ നാസ്. വിശ്വാസികളെ വാക്കായിട്ട് അല്ലാഹ് പറയാൻ, ഞങ്ങളുടെ റബ്ബേ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ, തീർച്ചയായും നീ ജനങ്ങളെ വീണ്ടും ഒരു ദിവസം ഒരുമിച്ച് കൂട്ടും. ലാ റൈബ ഫീ, അതിൽ സംശയമേ ഇല്ല, സങ്കോചമേ വേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ അതിശക്തമായി കണിശമായി നമ്മളോട് പറയുകയാണ്. അവിടെ നമ്മുടെ സെന്റിമെന്റ്സുകൾ കൊണ്ട് അവിടെ തണുപ്പ് ലഭ്യമല്ല. സുഖദായകമായ നിമിഷങ്ങൾ അവിടെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം നന്മ കൊണ്ട് സമ്പന്നമാക്കിയേ മതിയാകൂ. അല്ല പറഞ്ഞ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് തണുപ്പ് ലഭ്യമാവുകയുള്ളൂ, സുഖം ലഭ്യമാവുകയുള്ളൂ. ദുനിയാവിൽ വേണമെങ്കിൽ നമുക്ക് AC സംഘടിപ്പിക്കാം, ഫാന് സംഘടിപ്പിക്കാം, തണൽ മരങ്ങൾ സംഘടിപ്പിക്കാം, കോട്ടൺ വസ്ത്രങ്ങൾ വാങ്ങാം, അതിൻ്റെതായ സംവിധാനങ്ങൾ കണ്ടെത്താം. പരലോകത്ത് നമുക്ക് അതിന് ഇറാദത്തില്ല, ഓപ്ഷനില്ല. അവിടെ തീരുമാനിക്കുന്നത് റബ്ബ് മാത്രമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം എന്ത് അല്ലേ, നല്ലൊരു സുഖമുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ കുറച്ചു നേരം മുങ്ങിക്കിടക്കാൻ പറ്റിയൊരു സ്ഥലം, നേരത്തെ പറഞ്ഞ സംവിധാനങ്ങൾ, അതൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷെ പരലോകത്ത് ഒരാൾക്ക് ചൂട് വേണോ തണുപ്പ് വേണോ തീരുമാനിക്കുന്നത് റബ്ബ് മാത്രമായിരിക്കും. അവിടെ നമുക്ക് സുഖദായകമായൊരവസ്ഥ വേണമെന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞില്ലേ, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. പ്രിയപ്പെട്ടവരെ, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളയേണ്ട കാര്യമല്ലത്, മനസ്സിൽ കൊത്തിവെച്ചോ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിഭൂമിയാണ് ദുനിയാവ്. ഇവിടെ നമസ്കാരത്തിൻ്റെ വിത്തിറങ്ങണം, ഇവിടെ സ്വതക്കയുടെ വിത്തിറങ്ങണം,
മണ്ണ് പാകപ്പെടുത്തണം, നന്മകളാൽ ജീവിതത്തെ സമ്പന്നമാക്കണം. എങ്കിൽ ആരോരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് നമുക്കത് വിശാലമായി കൊയ്തെടുക്കാം എന്ന് പഠിപ്പിച്ച ലോകമാണത്. ഒന്നാമതായി നമുക്ക് കടന്നു ചെല്ലാനുള്ള ലോകം ഖബറാണ്. പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കവാടമാണ് ആ ഖബർ ജീവിതമാകുന്ന ബർസഖി ജീവിതം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എത്ര കാലമാണ്, എത്ര മയ്യത്തുകൾ നമസ്കരിച്ചവരാണ് നമ്മൾ. ഇന്നലകളിൽ വരെ മയ്യത്ത് നമസ്കരിച്ചവരുണ്ട്, ഇന്ന് വരെ മയ്യത്ത് നമസ്കരിച്ചവരുണ്ടാകാം. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് അനുഭവമുള്ള ആളുകളാണ്. ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചവരെ എത്ര കാലമാണ് അതിൽ അവർ കടക്കേണ്ടി വരിക? അവരുടെ പിന്നാലെയാണ് നമ്മളും എത്ര കാലം കഴിച്ചു കൂട്ടേണ്ടി വരും? അറിയാത്തൊരു ലോകമാണല്ലോ ആ മണ്ണറക്കൂടാകുന്ന ഖബർ. അല്ലാഹുവിൻ്റെ റസൂൽ ആ ഖബറിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഅ മിൻഹു എന്നാണ്. ഖബറിനോളം ഭീകരമായ, ഖബറിനോളം അതിശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ലോകം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നാണ് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ ഹബീബായ പ്രവാചകൻ നമ്മോട് പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ മരുമകനാണ്, അവിടുത്തെ പ്രവാചകൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണാം, അദ്ദേഹം ഖബർ കണ്ടാൽ കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മൗലയായിരുന്നു ഹാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഖബർ കണ്ടാൽ ഇങ്ങനെ വല്ലാതെ കരയുന്നത്? നരകത്തെക്കുറിച്ച് കേട്ടാൽ, പരലോകത്തെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ കരയാറില്ലല്ലോ. അദ്ദേഹം കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇന്നൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദ, ആരാണോ ആ ഖബറിൽ രക്ഷപ്പെടുന്നത് തുടർന്ന് അങ്ങോട്ടുള്ളതെല്ലാം അവന് രക്ഷയാണ്. മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ളത് ഐസറു മിൻ, എളുപ്പമാണ്. ആരാണോ ആ ഖബറിൽ വിജയിക്കാതെ തുടർന്നുള്ള പ്രയാണം നടത്തുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം അതികഠിനമാണ്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഖബറിൽ ചൂടനുഭവിക്കാനുണ്ട്. നിന്റെ റബ്ബാണി എന്നുള്ളൊരു ചോദ്യം, നിന്റെ റബ്ബാരാൻ, നിന്റെ ഇമാമാരാൻ, നിന്റെ അറിവെന്താൻ, അതുപോലെ തന്നെ ഈ വ്യക്തിയാരാൻ, ഈ 4 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഖബറിൽ കൊടുക്കുവാൻ നമുക്ക് സാധ്യമായില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നരകത്തിലുള്ള വിരിയാണ് അവൻ്റെ ഖബറിൽ അവന് വിരിച്ചു കൊടുക്കുക എന്നാണ്. അവിടെയുള്ള ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്ത് സംഘടിപ്പിക്കാൻ പറ്റും? എന്ത് നേടിയെടുക്കാൻ പറ്റും? അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, ഒരു അടിമ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാത്തതെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോകും. അതിലൊന്ന് പറഞ്ഞത് അമലു സ്വാലിഹാത്തുകളാണ്. ഒരു പിതാവിൻ്റെ വേണ്ടി, മാതാവിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും ഈ ലോകത്ത് നിർമ്മിക്കുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് നല്ല ദീനുള്ള മക്കൾ. അവർ ബാക്കിയാകും. മൂന്നാമത് പറഞ്ഞത് ജാരിയായ സ്വതക്കകളാണ്. നമ്മൾ കുഴിച്ചു കൊടുത്ത കിണറുകൾ, നമ്മൾ സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത റോഡുകൾ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നൽകിയ വഴികൾ, ഒരാളുടെ രോഗം മാറാൻ വേണ്ടി നമ്മൾ നൽകിയ സമ്പത്ത്, അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി നൽകിയ സമ്പത്ത്, ഇതൊക്കെ ജാരിയായ സ്വതക്കകളാണ്. ഇതൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മഹാരഥന്മാരായ സലഫുകൾ പറഞ്ഞതായി കാണാം, എന്താണ് നീ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത്? പറയുന്നത് കാണാം, വലം യഖ്റുജു ഇല്ലാ ബിഖുതുനിൻ വഹിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ ളല്ല ഖാലിയാ വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയാ. എന്താ നീ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണം 3 കഷ്ണം തുണിയും കുറച്ച് പരുത്തിയല്ലാതെ? നീ നേടിയ വീട് കൊണ്ടുണ്ടോ? നീ നേടിയെടുത്ത നിന്റെ ബാങ്ക് ബാലൻസ് കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? സഹോദരങ്ങളെ, ലോകത്ത് അറിയപ്പെട്ട വലിയ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജീവിച്ച ചില രാജാക്കന്മാരൊക്കെ മരിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ ശവമഞ്ചത്തിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്ക് മറിച്ചിട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. എന്തിനാണ്? ലോകം അറിയട്ടെ. ലോകം മടക്കി ഭരിച്ച ചില രാജാക്കന്മാരുടെ വാക്കുകളാണ്. ലോകം അറിയട്ടെ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാതെയാണ് പോകുന്നത് എന്ന്. നമ്മളും കൊണ്ടുപോകില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ ചൂട് സഹിച്ച് അധിക സമയം ചെലവഴിക്കുന്നത്, ആ സമ്പത്തുണ്ടല്ലോ അത് പോകൂല. നമ്മൾ ചോര നീരാക്കിയിട്ട് വർഷങ്ങളായി പ്രവാസിയായി ജീവിച്ചിട്ട് അല്ലാതെയുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ വീടുണ്ടല്ലോ, കൊണ്ടുപോകണില്ല. എന്തേ കൊണ്ടുപോകണുള്ളൂ? ബിഖുത്തിനും വഹിർഖത്തിൻ, അല്പം ചില പരുത്തി കഷ്ണവും കുറച്ച് കഫം പുടവയല്ലാതെ എന്താ കൊണ്ടുപോകണം? അങ്ങനെ പോയവരൊക്കെ അങ്ങനെ പോയി.
വഅൻത ഗദൻ, നാളെ നീയും പോകേണ്ടവനാണ്. അവിടെ വഹീദൻ ഫരീദ, ഒറ്റക്ക് നീ കിടക്കേണ്ടവരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് കൃത്യമായ വിശ്വാസത്തിലാണോ ഞാനെന്ന് ഉറപ്പിക്കുക, എന്നിൽ ശിർക്കില്ല എന്ന് ഉറപ്പിക്കുക, എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ റബ്ബിനോട് മാത്രമാണെന്ന് ഉറപ്പിക്കുക, എൻ്റെ സത്യം ചെയ്യലുകളും നേർച്ച വഴിപാടുകളും ലോകത്തിൻ്റെ റബ്ബായ റബ്ബിലേക്ക് മാത്രമാണ് എന്ന് എപ്പോഴും ജദ്ദിദു ഈമാനക്കും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഈമാനിനെ എപ്പോഴും പരിശോധിച്ചു നോക്കണം. അതാദ്യം ക്ലിയർ ആക്കുക. എന്നിട്ട് സ്വീകരിക്കപ്പെടുന്ന അമലുകൾ, ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ച അമലുകൾ, അതുകൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിലോ ഖബറിൽ വെച്ച് വിളിക്കപ്പെടുമെന്നാണ്. എന്താ വിളിയാളം? നരകത്തിലെ വിരി അവന് വിരിച്ചു കൊടുക്കൂ ഖബറിൽ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നരകത്തിലെ ഒരു വസ്ത്രം അവന് അണിയിപ്പിച്ചു കൊടുക്കൂ എന്നാണ്. നരകത്തിന്റെ ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കൂ എന്നാണ്. ആ നരകത്തിന്റെ കവാടം തുറക്കുന്നതോടെ നരകത്തിന്റെ ചൂടാവി അവന്റെ ഖബറിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചൂടൊക്കെ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരാം. സഹാബി വനിതകളൊക്കെ, സഹാബികൾ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ കയ്യിലേക്ക് സെഞ്ചി കൊടുക്കുമ്പോൾ, ബാഗ് കൊടുക്കുമ്പോൾ പറയും അല്ലേ, ഹറാമൊന്നും സമ്പാദിച്ചിങ്ങോട്ട് വരാതിരിക്കണം കേട്ടോ, ഹറാമ് സമ്പാദിച്ചിങ്ങോട്ട് വരരുത് എന്നാണ് പറയണത്. കാരണം എന്താ? എന്നിട്ട് അവർ പറയുന്നു, ദുനിയാവിലെ ചൂടൊക്കെ നമുക്ക് സഹിക്കാം, നമ്മളൊക്കെ ഇവിടെ അനുഭവിക്കുന്നതിന് എത്രയോ ഇരട്ടി ചൂട പോലൊക്കെ അനുഭവിക്കണേ, പക്ഷെ നരകത്തിലെ ചൂട് സഹിക്കൂല എന്നാണ്. ആ നരകത്തിലെ ചൂടാണ് ഖബറിലേക്ക് പ്രിയപ്പെട്ടവരെ അടിച്ചു കൊടുക്കുന്നത്. ആരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആർക്കു വേണ്ടി? വിശ്വാസരംഗത്തെ, കർമ്മരംഗത്തെ ഇനിയും ചിന്തിക്കാതെ അതിനെ നിലനിർത്താത്ത ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ലോകമാകുന്നു അത്. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥനായ സലഫിൽപ്പെട്ട വ്യക്തിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അമവിയ ഭരണാധികാരിയാണ്. ഒരു മെലിഞ്ഞ കറുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. ഭരണാധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം കരയാത്ത ദിവസമില്ല എന്ന് ഭാര്യ ഫാത്തിമ പറയുന്നുണ്ട്. മാത്രമല്ല, ഭരണാധികാരം ഏറ്റെടുത്തതിന് ശേഷം ആ മെലിഞ്ഞ മനുഷ്യൻ വീണ്ടും മെലിഞ്ഞുപോയി, ആരോഗ്യം ക്ഷയിച്ചുപോയി എന്നൊക്കെ നമുക്ക് കാണാം. എന്തേ കാരണം? ഉത്തരവാദിത്ത നിർവഹണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു എന്നാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരിക്കലേ ഖബർ മറമാടുന്ന ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് ഖബറിനെ മറമാടാൻ വേണ്ടി, ഖബറിലേക്ക് ആ മയ്യത്തിനെ മറമാടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഖദ് ഹറബൂ മിന ശംസ് ഇലൽ, കഠിനമായ ചൂട് കാരണം ചില ആളുകൾ ഇങ്ങനെ തണലിലേക്ക് മാറി നിൽക്കുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് കാണുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ മാറി നിന്നത്? മൻകാന ഹീന തുസീബു ശംസു ജബ്ഹതഹു അവിൽ ഗുബാറു യഖാഫു الثين والشعاثة ويألف الظل كي تبقى بشاشته فسوف يسكن يوما راعما جدفا. അദ്ദേഹം പറയുകയാണ്, നിങ്ങളെ മുടി ജടകുത്താതിരിക്കാൻ, നിങ്ങളെ ശരീരത്തിന് പ്രയാസമേൽക്കാതിരിക്കാൻ, ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാനാണല്ലോ നിങ്ങൾ ഈ തണലിലേക്ക് മാറി നിൽക്കുന്നത്. എന്നാൽ ഖബറിൽ വരാനിരിക്കുന്ന ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ലല്ലോ, നന്മ കൊണ്ട് സമ്പന്നമാക്കിയവർക്കല്ലാതെ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചൂടിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട പാഠം എന്താണ്? എന്തായിരിക്കും എൻ്റെ ഖബറിലെ അവസ്ഥ, എന്തായിരിക്കും എൻ്റെ തുടർന്നുള്ള പരലോകത്തുള്ള അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ആളുകളായി നമ്മൾക്ക് മാറുവാൻ സാധിക്കണം. ആ ഒരു സന്ദേശമായിരിക്കണം ഈ ചൂട് നമ്മൾക്ക് നൽകേണ്ടത്. ഒരു നന്മയെ നിസ്സാരമായി കാണാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി അല്ല, ഈമാനെ 70 ശാഖകളാക്കി തിരിച്ചു എന്ന് പറഞ്ഞത്. ആ 70 ശാഖകളിൽ ഏറ്റവും ചെറുതായി പറഞ്ഞതേതാണ്? അല്ലേ, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുന്നത് വരെ കൂലിയുള്ള കാര്യമാണ്. ആ നന്മ ചെയ്യുമ്പോൾ വരെ നിസ്സാരമായി കാണാതിരിക്കുക. എത്രത്തോളം എന്നറിയോ? മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നത് പോലും അല്ലേ കൂലിയുള്ള കാര്യമാണ്. തബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ, അതുപോലും കൂലിയുള്ള കാര്യമാണ്. ആ നന്മ നേടിയെടുക്കുന്ന വിഷയത്തിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മടി കാണിക്കരുത്. ലാ യഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ ത്വലിഖിൻ. സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസ്സാരമായി കാണരുതെന്നാണ്. കാരണം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളായിരിക്കും ആ ജ്വലിക്കുന്ന നരകത്തിൽ, ഖബറിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകുന്നത് എന്നായിരുന്നു
റസൂലുള്ളാഹി അതുകൊണ്ട് ഉദ്ദേശിച്ച ആശയമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ജീവിതം നന്മ കൊണ്ട് ധന്യമാക്കിയാലോ, ഹറാമുകളിൽ നിന്ന് വിട പറഞ്ഞാലോ, ഉത്തരവാദിത്വ നിർവഹണങ്ങൾ നിർവഹിച്ചാലോ എന്തായിരിക്കും ഖബറിൽ അവരോട് പറയുക? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ വിരിച്ചു കൊടുക്കൂ എന്നാണ്. സഹോദരങ്ങൾ, അത് ഇന്ന് സംഭവിച്ചൂടെ? നാളെ സംഭവിച്ചൂടെ? ഈ മാസമായിക്കൂടെ? ആഴ്ചയായിക്കൂടെ? പറയാൻ നമുക്ക് സാധ്യമല്ലല്ലോ. നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീഴുന്നവർ, അറ്റാക്കായി മരിക്കുന്നവർ, ആക്സിഡൻ്റായിട്ട് കണ്ണൂരിൻ്റെ മണ്ണിൽ 4 പേരാണ്, ജീവിച്ച് കൊതി തീരാത്ത 4 പേരാണ് മിനിഞ്ഞാന്നൊരു ടാങ്കർ ലോറിയിൽ അവർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ ഇടിച്ച് മരിച്ചുപോയത്. അവർ വിചാരിച്ചിരുന്നോ തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ യാത്രയാണ് എന്ന്? ഈ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിനും എന്താ ഗ്യാരണ്ടി ഉള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിളിയാളം നമുക്ക് കേൾക്കാൻ പറ്റണം. ഏത്? ഫഅഫ്ദിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വിരി അവർക്ക് വിരിച്ചു കൊടുക്കൂ. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രം അവർക്ക് അണിയിച്ചു കൊടുക്കൂ. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലൊരു കവാടം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം. സ്വർഗത്തിലെ കവാടം തുറന്നു കൊടുക്കൂ. അങ്ങനെ സ്വർഗ കവാടങ്ങൾ തുറന്നാലോ, ഫയഅതീഹി മിൻ റൗഹിഹാ വത്വീബിഹാ വയുഫ്സഹു ലഹു ഫീ ഖബരിഹി മദ്ദ ബസരി, സ്വർഗത്തിലെ സുഗന്ധത്തിൻ്റെ കാറ്റ്, ആ കുളിർക്കാറ്റ് അവൻ്റെ ഖബറിലേക്ക് അടിച്ചു വീശുമെന്നാണ്. അള്ളാഹു ഈ ഓഫർ ലഭ്യമാകുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. അവൻ്റെ കണ്ണിനെ കണ്ണെത്താ ദൂരത്തോളം ഖബറിനെ വിശാലമാക്കുമെന്നും ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലേ? ദുനിയാവിലെ നമ്മൾക്ക് അള്ളാഹു നൽകിയ ഈ AC ആകുന്ന സംവിധാനത്തേക്കാൾ, ഫാനാകുന്ന സംവിധാനത്തേക്കാൾ, അതുപോലെയുള്ള ഭൗതിക സംവിധാനത്തേക്കാൾ സുന്ദരമായ സംവിധാനങ്ങളാണ് നാളെ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വരാനിരിക്കുന്നത് പരലോകാണ്. അവിടെയും ചൂടിൻ്റെ കഥ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണെന്നറിയുക? ഖബറിൽ നിന്ന് മനുഷ്യരെണീറ്റ് പരലോകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇന്ന് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ മേലെയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ നിലനിൽക്കുന്നത്, അല്ലേ? എന്നാൽ ആ സൂര്യനെ നമ്മുടെ തലയുടെ തൊട്ടുമുകളിലേക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ? 2 റിവായത്തിൽ കാണാൻ പറ്റും. ഒന്ന്, ഒരു ചാൺ മുകളിൽ എന്നാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കാത്തതാണോ? ഒരു ചാൺ മുകളിലേക്ക് ഇന്ന് കോടി കിലോമീറ്റർ മുകളിൽ, അല്ലേ? 14 കോടിയോളം അധികം കിലോമീറ്റർ മുകളിലാണത്രേ സൂര്യൻ നിലനിൽക്കുന്നത്. ആ സൂര്യൻ്റെ ചൂടാണിപ്പോൾ. നരകം പുറത്തേക്ക് വിടുന്ന ഒരു നിശ്വാസമാണത്രേ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ചൂടെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. കൊടും തണുപ്പ് നരകം പുറത്തു വിടുന്ന തണുപ്പാണ് എന്നും നമുക്ക് കാണാൻ പറ്റും. നരകത്തിൽ അതാണ് കൊടും തണുപ്പും കൊടും ചൂടും, അല്ലേ? ആ ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാൻ, കണ്ണിൽ സുറുമ എഴുതുന്ന സുറുമക്കോലിൻ്റെ അത്ര ഉയരത്തിൽ, അങ്ങനെ 2 റിവായത്തിൽ കാണാൻ പറ്റും, സൂര്യനെ കൊണ്ടുവരും. ആ നൃത്തം എത്രയാണ്! നമ്മൾ എന്തിനാ വസ്ത്രം ധരിക്കണത്? സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. ഔറത്ത് മറയണം, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ വേണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്താ പരലോകത്തേക്ക് നാളെ ഉയർത്തി എഴുന്നേറ്റ് വരുന്നത് ചേലാകർമ്മം പോലും ചെയ്യാതെയാണെന്നാണ്. ചേലാകർമ്മം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കാലിൽ ചെരുപ്പില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു നൂലിഴ പോലും വസ്ത്രമില്ല. ഇങ്ങനെയാണ് ഒരു ചാണകല സൂര്യൻ നിൽക്കുന്ന മഹ്ശറ ഭൂമിയിൽ നമുക്ക് നിൽക്കാനുള്ളത്. ആ ചൂടൊന്ന് ആലോചിച്ചു നോക്കൂ. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് ചില ആളുകൾ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവുന്നതാണ്. ഈ AC ഇട്ടിട്ട് വരെ നമ്മൾ വിയർക്കുകയാണ്, അല്ലേ? ആ പരലോകത്ത് ഒന്ന് ചാരി നിൽക്കാനൊരു തൂണുണ്ടോ? ഇരിക്കാനൊരു സ്റ്റൂളുണ്ടോ? അല്ലെങ്കിൽ ആ ചൂടിൽ നിന്ന് ഒരു രക്ഷയേകാനൊരു തണൽ മരമുണ്ടോ? ഒന്നുമില്ല. 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ആ പരലോകത്തിൽ കാലിൽ ചെരുപ്പില്ലാതെ, അതും ഒരു കാലിൽ തന്നെ 100 കണക്കിന് 10,000 കണക്കിന് കാലുകൾ ചവിട്ടപ്പെടുന്ന തിരക്കുള്ള ലോകം. എന്താണ് ആ പരീക്ഷണത്തിൻ്റെ ലോകം? അതിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? കാലിൻ്റെ നെരിയാണി വരെ, അരക്കെട്ട് വരെ, കാൽമുട്ട് വരെ, കഴുത്ത് വരെ. അള്ളാഹുവിൻ്റെ റസൂല് ചെവിയിലേക്ക് വരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ചെവിക്കുറ്റി വരെ, മൂക്കിൻ്റെ ആ ഒപ്പം വരെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്നവരുണ്ടാകും. അത് ഓരോരുത്തരുടെ അമലനുസരിച്ചായിരിക്കുന്നതാണ്. പക്ഷെ സഹോദരങ്ങളെ, 7 വിഭാഗത്തെ അള്ളാഹ് ഇന്ന് മാറ്റി നിർത്തും. ആ 7 വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ?
സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു. ആ ദിവസം ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അല്ല 7 വിഭാഗത്തിന് പ്രത്യേകം തണൽ നൽകുമെന്നാണ്. ആ 7ത്തിൽ നമുക്ക് പെടാൻ പറ്റണം. ഏതെങ്കിലും ഒന്നിലെങ്കിൽ നമുക്ക് പെടണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ആ നൃത്തം സഹിക്കോ? ഇവിടെ ഈ ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ സൈഡാക്കി നിർത്തി നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോഴുള്ള ചൂടെന്താ? ആ AC ഓണാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ ആലോചിച്ച് അല്ലേ? അതടക്കം എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളെ കണ്ണുകൾ ചെറുതാക്കി കളയുന്നുണ്ട്, നെറ്റി ചുളിച്ച് കളയുന്നുണ്ട്. എന്നാൽ ഈ മഹ്ശറിൽ ഈ പറയപ്പെട്ട ഈ തണൽ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? എത്ര കൊല്ലം അവിടെ നിൽക്കണത്? കുടിക്കാൻ വെള്ളമുണ്ടോ? ഇല്ല. അല്ലാഹുവിൻ്റെ റസൂൽ ആ 7 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്നാമതാരങ്ങൾ അൽ ഇമാമുൽ ആദിൽ, വിശാലമായി വിശദീകരിക്കേണ്ടതാണ്. നീതിമാനായ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരും ചിന്തിച്ചു പോകണ്ട, ഞാനൊരു പ്രധാനമന്ത്രി ഒന്നുമല്ല, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ല. ശരി, നീ ഒന്നുമല്ല എങ്കിലും നീ നിൻ്റെ വീട്ടിലെ ഗൃഹനാഥനാണോ? നീ നിൻ്റെ വീട്ടിലെ ഗൃഹനാഥയാണോ? നീ നിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ മാനേജറാണോ? നീ ഏതെങ്കിലും ആളുകളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നവനാണോ? എങ്കിൽ അള്ളാഹു നിന്നോട് ചോദിക്കും, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊൽ. അല്ലേ? പസഫിക് സമുദ്രത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, അതിൻ്റെയൊക്കെ പരിസരങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ ഭരിക്കുന്ന നാടിൻ്റെ പരിസരങ്ങളിൽ ഒരാട്ടിൻകുട്ടി വിശന്ന് ദാഹിച്ച് ചത്തുകഴിഞ്ഞാൽ പോലും ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്ക് കഴിയണം നമ്മളെ വീട്ടുകാരുടെ നീതി കാണിക്കാൻ, മക്കളോട് നീതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓല് പറഞ്ഞൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നല്ല, ഓർക്ക് ധാർമ്മിക ബോധം കൊടുക്കണം. ഭാര്യയെ ദീനിൻ്റെ ചുറ്റുപാടിൽ വളർത്തണം. അതിനുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ലല്ലോ. നമ്മൾ വിചാരിച്ചിട്ട് 2 നില വീട് പൊന്തിയില്ലേ? നമ്മൾ വിചാരിച്ചിട്ടൊരു AC ഉള്ള കാറ് വാങ്ങിയില്ലേ? നമ്മൾ വിചാരിച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു ജോലി കിട്ടിയില്ലേ? നമ്മൾ വിചാരിച്ച് നടക്കാത്തൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ദീന് കൊണ്ട് നമ്മൾ വിചാരിച്ച നടക്കും കൂട്ടരെ. ഒരു ഗൃഹനാഥയുടെ ഉത്തരവാദിത്തമാണത്. പിതാക്കന്മാരൊക്കെ നല്ല ദീനുള്ള ആൾക്കാരായിരിക്കും, മക്കളോ നേരെ തലതിരിഞ്ഞിട്ട്. എന്താ കാര്യം? ഓല കാരണത്തല്ലേ നമ്മൾ ഇടങ്ങാറാകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആരെയും ബേജാറാക്കാനോ ടെൻഷൻ അടിപ്പിക്കാനോ പറഞ്ഞല്ല. സഹോദരങ്ങളെ, നീതിമാനായൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അവിടൊക്കെ നീതി കാണിക്കാൻ നമുക്ക് പറ്റണം. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്, ഈ പുതിയ കാലഘട്ടത്തിൽ കുറേ ചെറുപ്പക്കാരെ അള്ളാഹിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് താടി വെച്ച് നെരിയാടിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഓടി നടക്കുന്ന ലക്ഷോപലക്ഷം യുവാക്കളെ കാണാൻ പറ്റുന്നുണ്ട്. പഴയതിനേക്കാൾ ഉഷാറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ മക്കളെ ഇലക്കര കണ്ണിയായിട്ട് നമ്മൾ ചേർക്കണം. അവരൊക്കെ കാണുമ്പോൾ ഈ ഹദീസ് ഓർമ്മ വരുന്നു. അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന യുവത്വമുണ്ടോ അവർക്ക് നാളെ അർശിൻ്റെ തണലുണ്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ പള്ളിയുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ചവരുണ്ടല്ലോ, മനസ്സിനെ, അവർക്കും നാളെ അർശിൻ്റെ തണലുണ്ട്. അതായത് ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോകണല്ലോ എന്നൊരു തോന്നല്, അവർക്ക് അർശിൻ്റെ തണലുണ്ട്. സഹോദര, ഈ ചൂടനുഭവിച്ച് ഇങ്ങനെ ബൈക്കും അതുപോലെ തന്നെ കാൽനട യാത്രയൊക്കെ ആയിട്ട് നടന്നു വന്നാലേ പരലോകത്തെ നമുക്ക് ആ തണൽ കിട്ടുന്ന റസൂൽ എന്ന് പറയാൻ. നമ്മളെ മക്കളെ ശീലമാക്കണം, നമ്മൾ ശീലമാക്കണം. 4ാമത് പറഞ്ഞത് വറജുലുൻ തഹാബാ ഫില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുക. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അവനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനെ ചേർത്ത് പിടിക്കുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ തെറ്റേണ്ടി വരികയാണെങ്കിൽ തെറ്റണം. ദീനി നിലപാടിൽ നിന്ന് തിരിഞ്ഞു പോയാലേ പരമാവധി ഉപദേശിച്ച് നോക്കും, മടങ്ങണില്ലേ അസ്സലാമു അലൈക്കും, ഓനോട് ബന്ധമല്ല. നമുക്ക് അങ്ങനത്തെ ബന്ധങ്ങളാണുള്ളത്. നമ്മളൊക്കെ കോണ്ടാക്ട് ലിസ്റ്റിൽ 10, 300, 400 നമ്പറുകളുണ്ട് അല്ലേ? ഈ നമ്പറിൽ അധികം ബിസിനസ്സുകാരതും നാട്ടുകാരതും വീട്ടുകാരതും ഒക്കെയാണ്. ആദർശ ബന്ധമുള്ള പണ്ഡിതന്മാരുടെ നമ്പർ, ആദർശ സഹോദരങ്ങളുടെ നമ്പർ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരൊന്ന് വാട്സപ്പ് ചെയ്യാൻ, അവരുമായിട്ട് ഇടക്കിടക്കൊന്ന് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയലുണ്ടോ? നമ്മളെ ഈമാനം നിലനിർത്താനുള്ള വഴിയാണ് അതൊക്കെ. അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച ഒരാളെ പറയാൻ നമുക്ക് പറ്റുമോ? പറ, ഒരാളെ പറയാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ വെട്ടിമാറ്റിയ ബന്ധങ്ങളിൽ ഒരാളെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നമുക്ക് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നാൽ നമ്മൾ കുറേ ആൾക്കാരുടെ ബന്ധം വെട്ടിമുറിച്ചിട്ടുണ്ട്. എന്തിനാ? അതിര് തർക്കത്തിൻ്റെ പേരിലേ, ബിസിനസിന്റെ പേരിൽ, വേറെ എന്തൊക്കെയോ പേരിൽ. അങ്ങനെയല്ലടോ, അങ്ങനെയല്ല സഹോദര പറഞ്ഞത്. പിന്നെയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറി നിൽക്കുക. കഴിയോ നമുക്ക്? പിന്നെ പറഞ്ഞെന്താ നിങ്ങള്? വറജുലുൻ ത്വലബത്തു ഇംറഅത്തുൻ ദാത്ത മൻസിബിൻ വജമാൽ,
ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു പെണ്ണ്, എല്ലാ നിലക്കും സൗന്ദര്യമുള്ള, തറവാടിത്തമുള്ള, കാണാൻ നല്ല അഴകുള്ളൊരു പെണ്ണ്, എല്ലാ നിലക്കും അവസരം കിട്ടിയപ്പോൾ നമ്മളൊരു തിന്മക്ക് വിളിച്ചു. അപ്പം ആ വിളിക്കപ്പെട്ട വ്യക്തി പറയാണ് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ ഈ പണിക്ക് പറ്റിയവനല്ല, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു. യൂസുഫ് നബി അന്ന് പറഞ്ഞ വാക്ക് പറയാൻ കഴിയുന്ന യുവാക്കളുണ്ടോ, യുവതികളുണ്ടോ? അവർക്ക് അർശിൻ്റെ തണലുണ്ട്. അതിന് കുറച്ച് ഈമാൻ വേണം. ഏതൊരാളും പരാജയപ്പെട്ടു പോണ രംഗമാണ് ഈ ലൈംഗിക രംഗം. അതിൽ റസൂൽ പറഞ്ഞില്ലേ, നാവിനെയും ലൈംഗിക രംഗം നിങ്ങൾ സൂക്ഷിക്കണം, സ്വർഗം ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞത്. കാരണം കുറച്ച് ഈമാൻ വേണം. ഇന്ന് നമ്മുടെ മുമ്പിൽ, അന്ന് യൂസുഫ് നബിൻ്റെ മുന്നിൽ വന്നത് അസീസിൻ്റെ ഭാര്യയാണെങ്കിൽ, ആ കൊട്ടാരത്തിലെ രാജ്ഞിയാണെങ്കിൽ, ഇന്ന് നമ്മുടെ മുമ്പിൽ മൊബൈൽ ഫോണാണ്. ഒറ്റക്കാകുമ്പോൾ 5G സ്പീഡിൽ 4G സ്പീഡിലെ ഗൂഗിളിൻ്റെ, യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്താണ്? കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ നിന്റെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഡിജിറ്റൽ ക്യാമറയുടെ പവറോടെ എന്നല്ല, അതിനേക്കാൾ പവറോടെയാണ്. യൗമത്തുബുല സറായർ, അത് നാളെങ്ങനെ പുറത്തേക്ക് വലിച്ചിടും. മാസ്ക് ചീന്തുന്ന ലോകമാണ് പരലോകം. മാസ്ക് ചീന്തുന്ന ലോകമാണ്. അതാ യൗമത്തുബുല സറായർ. പറ്റുമോ? അങ്ങനെ അള്ളാഹിനെ പേടിച്ച് തിന്മയിൽ നിന്ന് മാറിക്കാൻ പറ്റിയാൽ അതൊരുപാട് വിശദീകരിക്കേണ്ടതാണ്. അവർക്ക് അർശിൻ്റെ തണലുണ്ട്. പിന്നെ മാത്രമല്ല, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ, ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നവരുണ്ടോ? അവർക്ക് നാളെ അർശിൻ്റെ തണലുണ്ട്. സഹോദര, നമ്മളൊക്കെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരല്ലേ? സഹോദരി, നമ്മൾ അങ്ങനെയല്ലേ? എങ്കിൽ നമുക്ക് അങ്ങനെയാകാൻ പറ്റണം. നമ്മളെ കാരണത്താൽ ഒരാളെ വിശപ്പടങ്ങണം. നമ്മളെ കാരണത്താൽ അറിയാതെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കഴിയണം. നാലാൾ അറിയാനല്ല. എങ്കിൽ അള്ളാഹു അർശിൻ്റെ തണൽ നൽകും. 7ാമത് പറഞ്ഞത് ആരാന്നറിയോ? വറജുലുൻ ദക്കറഹുല്ലാഹു ഖാലിയ ഫഫാലത് ഐന. അള്ളാഹിനെ പേടിച്ച് കരയുന്ന മനുഷ്യർ, അള്ളാഹുവിൻ്റെ പരലോകത്തെ ഓർത്ത് അള്ളാഹിനെ ഭയന്ന് കരയുന്ന കണ്ണുകൾ, അവർക്ക് നാളെ അർശിൻ്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടാൻ, 7 എണ്ണത്തിൽ പെടാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം. കാരണം ഈ ചൂടല്ല നാളെ വരാൻ പോകുന്നത്. അതിനെ ഓർത്തുകൊണ്ടെങ്കിലും ഈ നന്മയുടെ വിഷയത്തിലൊന്ന് മുന്നേറാൻ നമുക്ക് കഴിയണം. പ്രവാചകന്മാർ മുന്നേറിയതുപോലെ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരുടെ പാതയിൽ കൃത്യമായി മുന്നോട്ട് ചരിക്കാൻ, എന്താണോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, അതിൽ നിന്ന് വിട പറഞ്ഞ് നന്മയിലേക്ക് മുന്നേറാൻ സമയമുണ്ട് എന്ന് വിചാരിച്ച് നിൽക്കേണ്ട. ഏത് സമയത്താണ് അവസാനത്തെ ബെല്ല് മുഴങ്ങുക എന്ന് പറയുക സാധ്യമല്ല. ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിച്ച കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ബോംബെയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരാൾ പെട്ടെന്ന് മരിച്ചൊരു വാർത്ത പറയുകയുണ്ടായി. ഞാൻ ആലോചിച്ച് നോക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മനുഷ്യരുടെ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. സഹോദരങ്ങളെ, ഈ ഇരിക്കണം നമ്മളും മറിഞ്ഞു വീഴൂലേ? ഇനി സമയമുണ്ടോ എന്ന്, സമയമുണ്ട് നിങ്ങൾ ആലോചിച്ച് നിൽക്കുക എന്നല്ലാതെ ഉറപ്പിച്ച് പറയാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് നന്മ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട മനസ്സല്ലാതെ അവിടെ രക്ഷപ്പെടൂല എന്നാണ്. ആ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്നലെ മരണപ്പെട്ട നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ, നെഞ്ചുവേദന വന്ന് മരണപ്പെട്ട ഒരു പ്രവർത്തകൻ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടവും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ ദാസന്മാരായി മാറാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് മഴ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഈ ചൂടിന് ശമനമാകാൻ, നമ്മുടെ കിണറുകളിൽ, ശുദ്ധജല സ്രോതസ്സുകളിൽ വെള്ളമുണ്ടാകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ സമയം. എന്നാൽ ആ മഴയൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഏറെ ആഗ്രഹത്തോടെ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ആത്മാർത്ഥമായി അതിന് പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരേണ്ട സമയമാണ് ഈ സമയമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മഴയെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കാസർഗോഡ് ജില്ലയിലെ പട്ളയിൽ ഇന്നലെ നിസ്കാരം നടന്നു. പല സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. മൊഗ്രാൽ നടന്നു കഴിഞ്ഞു. നമുക്കും കൂടിയാലോചനയിൽ അങ്ങനെ ഒരു നമസ്കാരം സംഘടിപ്പിക്കാവുന്നതാണ്. കാരണം മഴ
എല്ലാവർക്കും ആവശ്യമാണ്. ഇവിടെ മുവഹിദീങ്ങളായ സുന്നത്തിനെ സ്നേഹിക്കുന്ന നമ്മൾക്കല്ലാതെ സഹോദരങ്ങൾ ആർക്കാണ് അള്ളാഹിനോട് കരഞ്ഞു പറയാൻ പറ്റുക? ഇതിന് നമ്മളെക്കാൾ അർഹർ വേറെ ആരുള്ളത്? ചില കാരണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ തടഞ്ഞു വെക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നെന്താണെന്ന് നിങ്ങൾ, അബ്ദുല്ലാഹിബിൻ ഉമർ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, മോനെ അബ്ദുല്ല, അഖ്ബല അലൈന റസൂലുള്ളാഹ് യാ മഅ്ശറൽ മുഹാജിരീൻ ഖംസുൻ ഇദാ ഇബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹ്. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെ തൊട്ട് നിങ്ങൾ അള്ളാഹിനെ പേടിക്കണം, അവനോട് രക്ഷ തേടണം എന്നാണ് പറഞ്ഞത്. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളിൽ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് അവസാനം റസൂലുള്ളാഹി പറഞ്ഞ എന്താണെന്നറിയോ? വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖതറ മിനസ് സമായി വലൗലൽ ബഹായിമു ലം യുംതറു. സകാത്ത് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കാത്ത ആൾക്കാരെ എണ്ണം കൂടിയോ ആ നാട്ടിൽ മഴ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് കൊടുക്കാൻ അർഹത ഉണ്ടായിട്ടും ബാധ്യസ്ഥനായിട്ടും കൊടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ കാരണത്താലാണ് മഴ കിട്ടാത്തത്. സംശയമുണ്ട? ഇത് ഞാനല്ല പറഞ്ഞത്, റസൂലല്ലേ പറയണത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഈ ഭൂമിയിൽ മിണ്ടാ പ്രാണികളായ ജീവജാലങ്ങളില്ലായിരുന്നെങ്കിൽ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി, ആട്, പശുക്കൾ, ഇതൊക്കെ കാരണം തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെള്ളം കിട്ടുന്നത്. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. വേറെ റിവായത്തിൽ കാണാം, പാവപ്പെട്ട ചില വൃദ്ധകൾ, വീണ്ടും കുട്ടിത്തത്തിലേക്ക് മടങ്ങിയ പാവപ്പെട്ട വൃദ്ധകൾ, ഇവരൊക്കെ കാരണം കൊണ്ട് തന്നെ നമ്മളൊക്കെ പിടിച്ചിക്കണത്. അതുകൊണ്ടേ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, സക്കാത്ത് തടഞ്ഞു വെച്ചവർ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഒരു ഹദീസിൻ്റെ ഹെഡിങ്ങിന് എന്താ പറയുക, ബാബു ഇൻതിഖാമിർ റബ്ബി ജല്ല വഅസ്സ വമിൻ ഖൽഖിഹി ബിൽ ഖഹ്തി ഇദൻ തുഹിക മഹാരിമുല്ലാഹ്. എന്താ പറഞ്ഞത്? നിഷിദ്ധമായ കാര്യങ്ങളെ സൃഷ്ടികൾ തകർത്തെറിയുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഗൗനിക്കാതെ അത് ചെയ്ത് അള്ളാഹുവിൻ്റെ സീമകളിൽ നിന്ന് അവർ തകർത്തെറിയുമ്പോൾ അവരിലേക്ക് പരീക്ഷണങ്ങളാകുന്ന മഴ അള്ളാഹു തടഞ്ഞു വെക്കുമെന്നാണ്. ഒരു ഹദീസിൻ്റെ ഹെഡിങ് തന്നെ അതാണ്, ഒരു ബാബിൻ്റെ ഹെഡിങ് തന്നെ അതാണ്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ഭൂമിയിൽ വരൾച്ച നേരിട്ടാൽ മൃഗങ്ങൾ പറയും അത്രേ. മൃഗങ്ങൾ പറയും, പാപികളായ മനുഷ്യർ കാരണമാണിത്, ഹറാമ് ചെയ്യുന്ന ആളുകളുടെ കാരണമാണിത്. നമ്മൾ കാരണത്താൽ സഹോദര, മിണ്ടാപ്രാണിയായ ഒരു പറവ ചത്താൽ, ഒരു ഉരകജീവി ചത്താൽ, ഒരു മൃഗം ചത്തുപോയാൽ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. മാത്രമല്ല, മനുഷ്യരിൽ അല്ലാഹുവിൻ്റെ പാപികളായ മനുഷ്യരെ അല്ലാഹ് ശപിക്കട്ടെ എന്ന് മൃഗങ്ങളും ജീവജാലങ്ങളും പ്രാർത്ഥിക്കുമെന്ന് ഉലമാക്കൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരികയാണ്. ഇത് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 159 വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ പറഞ്ഞതായിട്ട് കടങ്ങൾ വായിച്ചോ. 2-ന്റെ തഫ്സീർ വായിച്ചു. മൃഗങ്ങൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ ഇരിക്കണമോട് പറയുന്നത് എന്താ വെച്ചാൽ, പാപികളാണ് നമ്മളൊക്കെ, അതിലൊന്നും സംശയമില്ല, മനുഷ്യരാണ്, സംഭവിച്ചു പോവാം. പക്ഷേ മദ്യപാനത്തിൻ്റെ, ലഹരിയുടെ പുതിയൊരു ലോകം, അതുപോലെ തന്നെ സഹോദരങ്ങളെ അനാവശ്യമായ വ്യഭിചാരത്തിൻ്റെ ഒട്ടനവധി സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ ഭാഗവാക്കാകുന്നുണ്ട്. മ്യൂസിക് അതില്ലാത്ത സ്ഥലങ്ങളില്ലെന്ന് പച്ച ഹറാമാണ് ഇസ്ലാമിൽ. പ്രത്യേകം ശിക്ഷ പഠിപ്പിക്കപ്പെട്ട വൻ പാപമാണത്. ആരാണത് ആസ്വദിക്കാത്തത്? ഏത് വീട്ടിലാണെന്നതില്ലാത്തത്? ഇപ്പോഴും ഈ കൊടും ചൂടിലും AC ഇട്ടിട്ട് സീരിയൽ കാണുകയാണ്. ഓൽക്കെങ്ങനെ മഴ ഇട്ടുക? ആ വീടിൻ്റെ ഉള്ളിലിരുന്ന് കൊണ്ട് ഹറാമുകൾ കാണാൻ, അന്യ പുരുഷനും അന്യ പെണ്ണും കൊഞ്ചിക്കുഴയുന്ന അഭിനയങ്ങൾ കാണാൻ, റിയാലിറ്റി ഷോകൾ എന്ന് പറയുന്ന ഹറാമുകൾ കാണുകയാണ്. മാറാൻ സമയമായിട്ടില്ല നമുക്കൊന്നും. ഇനി എന്നപ്പോൾ അതൊക്കെ മാറുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിത് നിങ്ങൾ ചെയ്യേണ്ടുന്ന അർത്ഥത്തിലല്ല, ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളണം. കാരണം നമ്മളിൽ ഇങ്ങനെ എണ്ണിയ കുറേ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾ ആത്മാർത്ഥമായി ഞാൻ ഇതിൻ്റെ അവസാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്, ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. എന്നോട് ഒരാൾ ഇന്നലെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും വണ്ടിമ പോകുമ്പോഴൊക്കെ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഈമാൻ്റെ അടയാളാണ്. സഹോദരങ്ങളെ, നമ്മളിൽ നിന്നും ആ വാക്കുകൾ വന്നു പോയാൽ അള്ളാഹു മഴ തരുന്ന ഖുർആനാ പറയണത്. فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدُكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. നൂഹ് നബി ജനതയോട് പറഞ്ഞതാ,
നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയാണോ, അല്ലാഹ് മഴ തരും. എന്താ പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. കുത്തി ഒഴുകുന്ന മഴ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളായി നമുക്ക് മാറാൻ പറ്റണം. അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടി. ഞാനത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അസ്ഖിനാ, അല്ലാഹുമ്മ അസ്ഖിനാ, അല്ലാഹുമ്മ അസ്ഖിനാ, അല്ലാഹുമ്മ അസ്ഖി ഇബാദക വബഹായിമക വൻഷുർ റഹ്മതക വഅഹ്യി ബലദകൽ മയ്യിത്. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ. നമ്മളെപ്പോഴും സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിലും ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹിൻ്റെ റസൂൽ മിമ്പറിൽ നിന്ന് ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരാഴ്ച നീണ്ടു നിന്ന മഴ ആ നാട്ടിൽ ശക്തമായി പെയ്തിറങ്ങിയത്, ചുരുങ്ങിയത്. അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസാ എന്നെങ്കിലും നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഠിനമായിക്കൊണ്ടിരിക്കുന്ന ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നമുക്ക് ഉപകാരപ്രദമായ മഴ നൽകി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും സമൂഹത്തെയും നാടിനെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പല കോണുകളിൽ വിശിഷ്യ ഫിലിസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിഭാഗത്തിന് രണ്ട് ലോകത്തും പരീക്ഷണങ്ങൾ നൽകുമാറാകട്ടെ. ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സുരക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏതു കോണിൽ വെച്ച് മരണമാകുന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗാവകാശിയായി വിട പറഞ്ഞു പോകാൻ അള്ളാഹു നമുക്കെല്ലാം മഹത്തായ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വേദനാജനകമായ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ആദർശ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, മാതാപിതാക്കളുണ്ട്. പല ആളുകളും ഇന്ന് അവരുടെ കർമ്മങ്ങളുമായി ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ, പ്രകാശത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.